നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്റർ ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റ് അസംഷനും സ്പോർട്സ് ഡിവിഷനും പുറത്ത്. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 16-17 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കും. പടന്നക്കാട് മേൽപ്പാലം ടോൾ പിരിവ് തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 22,640 രൂപ. വാർത്തകൾ വിശദമായി. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 16-17 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാട്ടർ അതോറിറ്റി ഇന്ന് വലിയ ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ സമയത്താണ് ഞങ്ങൾ ഈ സംസ്ഥാന സമ്മേളനം നടത്തുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴാണ് ഞങ്ങൾ ഈ സംസ്ഥാന സമ്മേളനങ്ങൾ നടത്താറുള്ളത്. ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഈ സ്ഥാപനത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകമായി ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്നുവെങ്കിലും ഇന്ന് ഈ സ്ഥാപനം നേരിടുന്ന ഇന്ന് സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിലാണ്. ഏകദേശം ഒരു വർഷം 350 കോടി രൂപ കമ്മിയിലാണ് വാട്ടർ അതോറിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഗ്രാൻഡാണ് ഇപ്പോഴും വാട്ടർ അതോറിറ്റിക്ക് നൽകിക്കൊണ്ട് ഏകദേശം 176 കോടി രൂപ 10 ഗഡുക്കളായിട്ടാണ് വാട്ടർ അതോറിറ്റിക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്തം ചെലവ് ഏകദേശം 925 കോടി രൂപയുണ്ട്. ശമ്പളം, പെൻഷൻ, മറ്റ് അറ്റകുറ്റപ്പണികൾ, കറണ്ട് ചാർജ്, ഈ ഇനത്തിലൊക്കെ. അപ്പോൾ അതിന് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന 175 കോടിയും ഞങ്ങളെ റവന്യൂ വരുമാനം വാട്ടർ കണക്ഷൻ വഴി കിട്ടുന്നതും പബ്ലിക് ടാപ്പ് വഴി പഞ്ചായത്തിൽ നടക്കുന്നതൊക്കെ 500 കോടി രൂപയാണ്. 575 കോടി രൂപയാണ്. അപ്പോൾ 350 കോടി രൂപ നഷ്ടത്തിലാണ്, അല്ലെങ്കിൽ കമ്മിയിലാണ് വാട്ടർ അതോറിറ്റിക്ക് പോകുന്നത്. അപ്പോൾ അത് പരിഹരിക്കാൻ ഗവൺമെൻറ് കുടിവെള്ള വിതരണം വളരെ സൗജന്യ നിരക്കിലാണ് വാട്ടർ അതോറിറ്റി കൊടുക്കുന്നത്. 10,000 ലിറ്റർ വെള്ളം 42 രൂപയ്ക്ക് കൊടുത്ത് BPL കുടുംബങ്ങൾക്ക് മുഴുവൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യതയായി കണക്കിലെടുത്ത് വാട്ടർ അതോറിറ്റി എന്ന പൊതുമേഖലാ സ്ഥാപനം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഒഴിവാക്കാൻ ഗ്രാൻഡ്, നോൺ പ്ലാൻ ഗ്രാൻഡ് വർദ്ധിപ്പിക്കണം. അതുപോലെ വാട്ടർ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ സ്ഥാപനത്തെ നിലനിർത്തണമെങ്കിൽ 2008 നിർണയിച്ച വാട്ടർ ചാർജാണ് ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് മേഖലകളിലൊക്കെ എല്ലാം വില വർദ്ധിച്ച സാഹചര്യം. കറണ്ട് ചാർജ് പോലും, കറണ്ട് ചാർജിൻ്റെ വർധനവ് ഇപ്പോൾ ഈ വർഷം വാട്ടർ അതോറിറ്റി ഭാഗിക്കുന്ന 4 കോടി രൂപയുടെ അധിക ബാധ്യതയാണ്. 12 കോടി കറണ്ട് ചാർജ് ഒരു വർഷം ഉണ്ടായിരുന്നത്, ഒരു മാസം ഉണ്ടായിരുന്നത് ഇപ്പോൾ 16 കോടിയാണ് വാട്ടർ അതോറിറ്റി അടക്കേണ്ടി വരുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് വാട്ടർ അതോറിറ്റി ഇപ്പോൾ കറണ്ട് ചാർജ് അടക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് ഒരു നിലനിൽപ്പ് വരുന്നുണ്ട്. അതോടൊപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ പ്രോജക്റ്റുകൾ സമയബന്ധിതമായി കുറേയൊക്കെ ഇപ്പം ശരിയാകുന്നുണ്ട്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പദ്ധതി തുടങ്ങിയാൽ 10 വർഷം 15 വർഷമൊക്കെ കഴിഞ്ഞാലും അത് തീരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുള്ള കാരണങ്ങൾ സാങ്കേതികമായി കുറേ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം നമ്മളെ നാട്ടിലെ സ്ഥിതി, റോഡ് വെട്ടിപ്പൊളിക്കാനുള്ള അനുവാദം കിട്ടാത്ത പ്രശ്നം, അതുപോലെ ടെലിഫോൺ കേബിളിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള സാങ്കേതികത്വങ്ങൾ കൊണ്ട് നീണ്ടുപോകുന്നതുണ്ട്. വാട്ടർ അതോറിറ്റിയെ കാര്യക്ഷമമാക്കുന്നതിനും ശുദ്ധജല വിതരണം പൊതുമേഖലയിൽ നിലനിർത്തി ജനോപകാരപ്രദമാക്കുന്നതിനും ആവശ്യമായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു ഗവൺമെന്റിന് സമർപ്പിക്കുന്നതിനും ജീവനക്കാരുടെ കാതലായ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിന് 14ാം സംസ്ഥാന സമ്മേളനം മുഖ്യ പരിഗണന നൽകുന്നതാണ്. കേരള വാട്ടർ അതോറിറ്റിയെ ഒരു ജനസൗഹൃദ സ്ഥാപനമാക്കി മാറ്റുന്നതിനും പൊതുജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്നതിന് സജ്ജമായ അർപ്പണബോധമുള്ള ഒരു തൊഴിലാളി സമൂഹത്തെ വാർത്തെടുക്കുന്നതിനും 14ാം സംസ്ഥാന സമ്മേളനം സംഘടനയ്ക്ക് കരുത്തുപകരുമെന്ന് പ്രത്യാശിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി. അബ്ദുൾ ബഷീർ, ട്രഷറർ P.K. ശശീന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി O. പ്രകാശ്, സ്വാഗത സംഘം ജനറൽ കൺവീനർ പ്രഭാകരൻ കരിച്ചേരി, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ, ജില്ലാ സെക്രട്ടറി K.V. വേണുഗോപാലൻ, T.V. വിനോദ് കുമാർ, K.V. രമേശ്, വിനോദ് അരമന എന്നിവർ പങ്കെടുത്തു.
പടന്നക്കാട് റെയിൽവേ മേൽപ്പാലം ടോൾ പിരിവ് തട്ടിപ്പിൽ ദേശീയപാത വിഭാഗം ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതായി സൂചന. പോലീസ് അന്വേഷണത്തിലും വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിലും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതായി അറിയുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പടന്നക്കാട് മേൽപ്പാലത്തിലെ ടോൾ പിരിവിൽ തട്ടിപ്പ് നടന്നത്. പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 2.5 മാസത്തിനു ശേഷമാണ് ടോൾ പിരിവ് തുടങ്ങിയത്. ട്രയൽ റൺ എന്ന നിലയിൽ കോഴിക്കോട് മുക്കം സ്വദേശി ബാലൻ 3 മാസത്തേക്ക് കരാർ നൽകുകയായിരുന്നു. ഈ 3 മാസ കാലയളവിൽ പിരിച്ചു കിട്ടുന്ന തുകയുടെ കണക്കനുസരിച്ച് ലേലം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. പ്രതിദിനം 2.25 ലക്ഷത്തോളം രൂപ പിരിച്ചെടുത്ത കരാറുകാരൻ കണക്കിൽ കാണിച്ചത് അതിൻ്റെ 1/3 തുക മാത്രമാണ്. DYFI പ്രവർത്തകരാണ് ഈ തട്ടിപ്പ് കണ്ടെത്തിയത്. സംഘടിച്ചെത്തിയ പ്രവർത്തകർ ടോൾ ബൂത്തിൽ കയറി പരിശോധന നടത്തിയപ്പോൾ വ്യാജ സീലും റെസീറ്റുമാണ് കരാറുകാർ ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്തി. തുടർന്ന് ഹോസ്ദുർ പോലീസ് കരാറുകാരനുൾപ്പെടെ 11 പേരെ അറസ്റ്റ് ചെയ്തു. ആദ്യഘട്ടത്തിൽ ഹോസ്ദുർ ഇൻസ്പെക്ടർ KV വേണുഗോപാലും പിന്നീട് ASP H മഞ്ജുനാഥുമാണ് അന്വേഷിച്ചത്. കാഞ്ഞങ്ങാട് DYSP മാത്യു എക്സിലിനാണ് ഇപ്പോൾ അന്വേഷണ ചുമതല. അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. അതിനിടെ DYFIക്കാർ ആഭ്യന്തരമന്ത്രിക്ക് കൊടുത്ത പരാതി കാസർഗോഡ് വിജിലൻസിന് കൈമാറിയിരുന്നു. കേസ് അന്വേഷണം കൈമാറി കിട്ടിയിട്ടില്ലെങ്കിലും വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിലും ഉദ്യോഗസ്ഥർക്ക് പങ്കുള്ളതായി വ്യക്തമായ സൂചന ലഭിച്ചുവെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കേസ് വിജിലൻസിന് കൈമാറണമെന്ന് ലോക്കൽ പോലീസും ആവശ്യപ്പെടുന്നുണ്ട്. ടോൾ പിരിവ് അഴിമതി സംബന്ധിച്ച് ദേശീയപാത വിഭാഗത്തിന്റെ വകുപ്പുതല അന്വേഷണവും ഏതാണ്ട് പൂർത്തിയായി. 2 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. ദേശീയപാത വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C സുരേശന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതിയാണ് വകുപ്പുതല അന്വേഷണം നടത്തുന്നത്. നവംബർ 26 മുതലാണ് അന്വേഷണം തുടങ്ങിയത്. തട്ടിപ്പ് നടന്നത് കണ്ടെത്തിയതു മുതൽ ഇവിടെ ടോൾ പിരിവ് നിർത്തിവെച്ചിരിക്കുകയാണ്. പുതിയ ടെൻഡർ നടപടി ഉണ്ടാകേണ്ടത് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്നാണ്. ടി ഗോവിന്ദൻ ട്രോഫിക്ക് വേണ്ടിയുള്ള ഇന്റർ ക്ലബ് വോളിബോൾ ടൂർണമെന്റിൽ നിന്ന് വനിതാ വിഭാഗത്തിൽ 2 മത്സരങ്ങൾ തുടർച്ചയായി തോറ്റ അസംഷൻ കോളേജ് ചങ്ങനാശ്ശേരിയും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനും പുറത്തായി. കേരള പോലീസ്, സായ് തലശ്ശേരി, KSCB, സെന്റ് ജോസഫ് ഇരിങ്ങാലക്കുട എന്നീ ടീമുകൾ സെമിയിൽ കടന്നു. ബുധനാഴ്ച പൂൾ ബിയിലെ മത്സരത്തിൽ സായ് തലശ്ശേരിയെ 4 സെറ്റുകൾ നീണ്ട പോരാട്ടത്തിൽ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് കേരള പോലീസ് വനിതകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചത്. 2 മത്സരങ്ങളിൽ തോറ്റ അസംഷൻ കോളേജ് നേരത്തെ പുറത്തായതിനാൽ ബുധനാഴ്ച കേരള പോലീസിനോട് പരാജയപ്പെട്ട സായ് തലശ്ശേരി പൂൾ ബിയിൽ നിന്ന് സെമിയിൽ പ്രവേശിക്കുകയായിരുന്നു. വനിതാ വിഭാഗത്തിൽ ആദ്യം നടന്ന മത്സരം സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ വോളിബോൾ പ്രേമികൾക്ക് ആവേശം വിതയ്ക്കുന്നതായി. ആദ്യത്തെ കളി ദേശീയ വനിതാ ടീം താരം പൂർണിമ MS നയിച്ച സായ് തലശ്ശേരിയും കേരള പോലീസും തമ്മിലായിരുന്നു. 4 സെറ്റുകൾ നീണ്ട പോരാട്ടം സായ് തലശ്ശേരിക്ക് പ്രതികൂലമായത് ബോളുകൾ സേവ് ചെയ്യുന്നതിൽ കാണിച്ച അനാസ്ഥയും ആശയവിനിമയത്തിലെ അപാകവുമായിരുന്നു. മികച്ച സ്മാഷുകൾ ഉതിർത്തെങ്കിലും കേരള പോലീസ് വനിതകൾ തന്ത്രപൂർവ്വം മൈതാനത്തിട്ട ബോളുകൾ സായിക്ക് സേവ് ചെയ്യാനായില്ല. 2ാമത്തെ സെറ്റ് സായി തിരിച്ചുപിടിച്ചെങ്കിലും അടുത്ത 2 സെറ്റുകൾ അനായാസം കളിച്ച പോലീസ് വനിതാ ടീം കളി സ്വന്തം വരുതിയിലാക്കി. വ്യാഴാഴ്ച ആദ്യ മത്സരത്തിൽ വനിതാ വിഭാഗത്തിൽ KSCB തിരുവനന്തപുരവും സെന്റ് ജോസഫ് കോളേജും ഏറ്റുമുട്ടി. തുടർന്ന് കേരള പോലീസ് KSCB തിരുവനന്തപുരവുമായും BPCL കൊച്ചി, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റുമായും ഏറ്റുമുട്ടി. ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ? മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. വാർത്തകൾ തുടരുന്നു.
സ്വർണ്ണവില പവന് 80 രൂപ കുറഞ്ഞു. 22,640 രൂപയാണ് പവൻ വില. ഗ്രാമിന് 10 രൂപ കുറഞ്ഞ് 2,830 രൂപയിലാണ് വ്യാപാരം. സ്വർണ്ണവില പവന് 80 രൂപ കുറഞ്ഞു. 22,640 രൂപയാണ് പവൻ വില. വാരം ആരംഭിച്ചപ്പോൾ പവൻ വില 22,800-ഉം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ 22,720 രൂപയുമായിരുന്നു. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ കുറവ് രേഖപ്പെടുത്തി. ഔൺസിന് $0.66 താഴ്ന്ന് $1,643.54 പാസഞ്ചർ കൊമേഴ്സ്യൽ വാഹന രംഗത്തെ ഏറ്റവും പുതിയ താരങ്ങളെ അണിനിരത്തുന്ന ഓട്ടോ എക്സ്പോ 15-ന് ആരംഭിക്കും. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 17 വരെയാണ് എക്സ്പോ. ഉന്നത നിലവാരമുള്ള ആഡംബര കാറുകൾ ഉൾപ്പെടെ പ്രമുഖ വാഹനങ്ങളുടെ നിർമ്മാതാക്കൾ മേളയിൽ പങ്കെടുക്കും. കമ്പോണൻസ്, ഓട്ടോ ആക്സസറീസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള പങ്കാളിത്തം മേളയുടെ മുഖ്യ ആകർഷണമായിരിക്കും. വ്യക്തികൾ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, പ്രൈവറ്റ് കമ്പനികൾ, ഓട്ടോ ഡീലേഴ്സ്, ഓട്ടോ സ്പെയർ പാർട്സ് ഡീലേഴ്സ് തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള ഉപഭോക്താക്കൾ വിപണനത്തിനും അന്വേഷണങ്ങൾക്കും അവസരമൊരുക്കുന്ന മേളയിൽ സമ്മേളിക്കുന്നുണ്ട്. SPTയുടെ പ്രത്യേക പലിശ നിരക്കുകളും വാഹന ബുക്കിങ്ങുകൾക്ക് ലഭ്യമാക്കും. ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്, SPT, MRF, കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ തുടങ്ങിയവ ചേർന്നാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. കീഴിൽ കൊച്ചിയിൽ വെച്ച് ഒരു ഓട്ടോമൊബൈൽ എക്സിബിഷൻ നടത്തുന്നതിൽ പങ്കാളിയാവാൻ SPTക്ക് കൊല്ലം കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതൊരു നല്ല തരത്തിൽ നടക്കുന്ന ഒരു എക്സിബിഷനാണ്. MRFും അതുപോലെ കേരള ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷനും അവരുടെ സഹകരണം കൂടിയുണ്ട് ഈ എക്സിബിഷനിൽ. അത് പലതരത്തിലും പാസഞ്ചർ വെഹിക്കിളായാലും കമേഴ്ഷ്യൽ വെഹിക്കിളായാലും അതിൻ്റെ പുതിയ പുതിയ ഫീച്ചേഴ്സും അതിൽ ഏറ്റവും പുതിയതായ ടെക്നോളജി അതിനെല്ലാത്തിനെയും കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഉതകുന്ന ഒരു എക്സിബിഷനായിട്ട് ഇത് മാറുമെന്ന് എനിക്ക് തീർച്ചയായും ഉറപ്പുണ്ട്. SPTയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓട്ടോമൊബൈൽ അതുപോലെ പാസഞ്ചർ വെഹിക്കിൾസിന് വേണ്ടി കൊടുക്കുന്ന ലോണുകൾ എന്താണ്, അതിനെപ്പറ്റി ജനങ്ങൾക്ക് നല്ലപോലെ അറിവ് നൽകുവാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞങ്ങളിത് കരുതുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു സ്റ്റാള് ഈ എക്സിബിഷനുണ്ടായിരിക്കും. ഈ സ്റ്റാളുകളിൽ വന്ന് അവിടെ നിന്ന് ലോൺ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് SPTയുടെ വകയായി പ്രത്യേകിച്ച് കൺസെഷൻസ് ഞങ്ങൾ നൽകുന്നുണ്ട്. ഈ കൺസെഷൻസ് എന്തെന്ന് വെച്ചാൽ SPTയുടെ ബേസ് റേറ്റായ 10.25% ആ റേറ്റിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തന്നെ ഓട്ടോ ലോണുകൾ ഈ സ്റ്റാളിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രോസസ്സിംഗ് ചാർജിൽ ഒരു 0.25%, 0.25% അതിലധികം ചാർജ് ചെയ്യുന്നതല്ല പ്രോസസ്സിംഗ് ചാർജായി. അപ്പോൾ അതും ഒരു നല്ല തരത്തിലുള്ള ഒരു കൺസെഷൻ ആൻഡ് ബെനിഫിറ്റാണ് ഈ സ്റ്റാളിൽ, ഞങ്ങളുടെ സ്റ്റാളിൽ കാണാൻ വരുന്നവർക്ക്. ഈ കൺസെഷൻ 28 ഫെബ്രുവരി വരെ ലഭ്യമാണ്. അതിനു മുമ്പ് മാവോയിസ്റ്റുകൾ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലയിൽ ജാഗ്രത. ബേഡകം, ആദൂർ, രാജപുരം, ഹോസ്ദുർഗ്, ബദിയടുക്ക, ചിറ്റാരിക്കാൽ തുടങ്ങിയ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സുരക്ഷ കർശനമാക്കാൻ ജില്ലാ പോലീസ് മേധാവി S. സുരേന്ദ്രൻ നിർദ്ദേശം നൽകി. കൂടുതൽ പോലീസിനെ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വിന്യസിച്ചിട്ടുണ്ട്. വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, പവൻ ഹോളിഡേ ഒഴിവാക്കുക, പുതിയ വാടക നിയന്ത്രണ ബില്ലിന്റെ അപാകത പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മുൻ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്റർ ക്ലബ്ബ് വോളിബോൾ ടൂർണമെന്റ് അസംഷനും സ്പോർട്സ് ഡിവിഷനും പുറത്ത്. കേരള വാട്ടർ അതോറിറ്റി സ്റ്റാഫ് അസോസിയേഷൻ 14ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 16, 17 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കും. പടന്നക്കാട് മേൽപ്പാലം ടോൾ പിരിവ് തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 22,640 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.